ഹായ് ട്രാവൽ ഫാം, വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് എക്സ്പ്ലോർ വിത്ത് ശ്രീ. ഇന്ന് ഞാനുള്ളത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ഹെറിറ്റേജ് ഡെസ്റ്റിനേഷൻ മഹാബലിപുരം അല്ലെങ്കിൽ മാമല്ലപുരത്താണ്. മാമല്ലപുരം എന്നാണ് പുതിയ 7-8 നൂറ്റാണ്ടുകളിലെ പല്ലവ രാജവംശത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന തിരക്കേറിയ ഒരു തുറമുഖ നഗരമായിരുന്നു ഇവിടെ. 5 സ്ഥലങ്ങളാണ് പ്രധാനമായും കാണാനുള്ളത്. ഒന്നാമത്തേത് 5 രഥാസ്, രഥങ്ങളുടെ ആകൃതിയിലുള്ള ഏകശിലാരൂപത്തിലുള്ള പാറയിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടം. ഓരോന്നും വ്യത്യസ്തമായ ഹിന്ദു ദൈവങ്ങൾക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തേതാണ് 4-5 സ്ഥലങ്ങളാണ് ഈ ഷോർ ടെമ്പിൾ, അതുപോലെ തന്നെ മഹാബലിപുരം ബീച്ച്. ബംഗാൾ ഉൾക്കടലിന് അഭിമുഖമായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഘടനാപരമായ ശിലാക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ മഹാബലിപുരം ബീച്ച് അതിന് ചുറ്റുമുള്ളത് ഏറെ പ്രസിദ്ധി ആർജിച്ച ബീച്ചുകളിൽ ഒന്നാണ്. ഇത്തവണത്തെ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കോട്ടയത്തു നിന്നുമാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വൈകുന്നേരം 5:50 തിരുവനന്തപുരം ചെന്നൈ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് യാത്ര. ടിക്കറ്റ് ചാർജ് ഏകദേശം 500 രൂപയാണ് സ്ലീപ്പറിന്. ട്രെയിനിൽ കയറി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ആരംഭിച്ചു. ഏകദേശം 13-14 മണിക്കൂർ ഉള്ള യാത്രയാണ് കോട്ടയത്തു നിന്നും ചെന്നൈയിലേക്കുള്ളത്. വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കയറിയതുകൊണ്ട് ഒന്ന് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകളാണ്. ട്രെയിന് 30 മിനിറ്റ് ലേറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ചെന്നൈയിലെത്തുമ്പോൾ താമസിക്കുമെന്നാണ് വിചാരിച്ചതെങ്കിലും ഓൺ ടൈമിൽ തന്നെ ചെന്നൈയിൽ MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. ഇത് സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെയിൽവേ ഹബ്സ് ആണ്. ഇതിൻ്റെ ഫുൾ നെയിം പുരച്ചി തലൈവർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ന. ഒരു ദിവസം ഏകദേശം 5 ലക്ഷം പാസഞ്ചേഴ്സ് വന്നു പോകുന്നുണ്ടെന്നാണ് അറിയുന്നത്. സദേൺ റെയിൽവേ സോണിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് ഇവിടം. 1873 ഈ റെയിൽവേ സ്റ്റേഷൻ പണി കഴിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ക്ലോക്ക് ടവറും അതുപോലെ തന്നെ ഈ ചുവന്ന ഇഷ്ടിക കൊണ്ടുള്ള ആ ഒരു ഘടനയൊക്കെ ഭയങ്കരമായിട്ട് ഈ റെയിൽവേ സ്റ്റേഷന് പേര് കേട്ടതാണ്. ഒരുപാട് പഴക്കം ഉണ്ട്. 1873 പണി കഴിപ്പിച്ച ഒരു റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പൈതൃകമായിട്ടുള്ള മനോഹാരിതയൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇവരത് നവീകരിച്ചിരിക്കുന്നത്. ഒന്ന് ഫ്രഷായിട്ട് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു. AC ലോഞ്ച് ഒക്കെ ഉണ്ട്. 179 രൂപയാണ് ചാർജ്. പിന്നെ കുളിക്കാനും മറ്റുമൊക്കെ ആയിട്ട് എക്സ്ട്രാ 250 പ്ലസ് GST ഒക്കെ ആകും. അതുകൊണ്ട് തന്നെ നേരെ AC വെയിറ്റിംഗ് ഹാളിൽ പോയി 35 രൂപ 1 മണിക്കൂർ. ഫ്രഷായി ഇറങ്ങി. ബസ്സസും ടാക്സി ഒക്കെ കിട്ടാൻ ഏറ്റവും എളുപ്പമാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങിയാൽ തന്നെ എല്ലാം കിട്ടും. മഹാബലിപുരം പോകാനായിട്ട് ഇവിടുന്ന് ബസ് ഡയറക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് സ്റ്റാൻഡിൽ പോകണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഒരു ഓട്ടോ പിടിച്ചു. 100 രൂപയാണ് ഓട്ടോയ്ക്ക്. അത് 2 കിലോമീറ്റർ യാത്ര. ബസ് സ്റ്റാൻഡിൽ വന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ച് നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ ഇടയായത്. ഫ്രൂട്ട്സും മറ്റുമൊക്കെ കട്ട് ചെയ്ത് പീസസാക്കി വിൽക്കാൻ വേണ്ടിയുള്ളതാണ്. എത്ര വൃത്തിയുള്ള സ്ഥലത്ത് വെച്ചാണ് ഇവരിത് ചെയ്യുന്നത് എന്ന് ഓർത്തപ്പോൾ ചായ മുഴുവൻ കുടിക്കാൻ തോന്നിയില്ല. നേരെ ബസ്സിലോട്ട് കയറാനായിട്ട് പോയി. ഇവിടുന്ന് ഡയറക്റ്റ് മഹാബലിപുരം ബസ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് 109 എന്ന നമ്പറിലുള്ള ബസ്സിൽ വേണം കയറാൻ. ഇവിടെ എല്ലാം ബസ്സിന് നമ്പറുകളാണ്. ഓരോ സ്ഥലത്തേക്ക് ഓരോ നമ്പർ ബസ്സുകൾ വേണം നമ്മൾ കയറാനായി. അങ്ങനെ 109 എന്നുള്ള ബസ്സിൽ കയറി നമ്മൾ കോവളത്താണ് ഇറങ്ങേണ്ടത്. കോവളം എന്നൊരു സ്ഥലമുണ്ട്. കോവളത്തു നിന്ന് 588 ബസ്സിൽ കയറി നേരെ മഹാബലിപുരത്ത് എത്താം. 60 രൂപയാണ് ബസ്സിന് ടിക്കറ്റ്. AC ബസ്സാണ്. ഇവിടെ എല്ലാവരും കാർഡാണ് മൊത്തത്തിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്നുള്ള യാത്ര ആരംഭിച്ചു. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ യാത്ര ഉണ്ട്. ഏകദേശം 55 കിലോമീറ്റർ അടുത്തുണ്ട്. നമ്മൾ ബസ് മാറി വേണം കയറാനായിട്ട്. പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചയാണ്. ഇതാണ് ചെന്നൈയിലെ ലൈറ്റ് ഹൗസ്. ഇതിൻ്റെ തീരത്ത് നമ്മൾ ഈ പോകുന്ന കടൽ തീരമാണ്. കടൽ തീരത്തോടെയാണ് യാത്ര പോകുന്നത്. ഇത് മൊത്തം നമ്മൾ മറീന ബീച്ചിൻ്റെ ഭാഗമാണ് ഈ കടൽ തീരം ഫുള്ള്. ഈ കടൽ തീരത്തൂടെയാണ് നമുക്ക് യാത്ര. അങ്ങോട്ട് മൊത്തമില്ല, ഒരു 2 കിലോമീറ്ററിലടുത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഏകദേശം 11:30 നമ്മൾ മഹാബലിപുരത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു.
ഓട്ടോ എന്ന് പറയാൻ പറ്റില്ല. സത്യത്തിൽ ഇതൊരു ട്രാവൽ ഗൈഡ് പോലെ ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഒരു ഇവിടുത്തെ പ്രധാന സ്ഥലങ്ങൾ, അതായത് 5 സ്ഥലങ്ങൾ ഉണ്ട്. അത് 550 രൂപയാണ് ഇവിടുത്തെ ഒരു റേറ്റ്. ഈ 550 രൂപയ്ക്ക് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നമ്മളെല്ലാം ഫുള്ള് സ്ഥലം കണ്ട് എല്ലാം നമ്മളെ കൊണ്ട് നമ്മളെ പിക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ ഈ ചേട്ടനെ ഡ്രോപ്പ് ചെയ്യും. അത് ഇവരുടെ ഒരു ടൂറിസ്റ്റ് ഒരു ഇതാണ്. ഇവരുടെ ഓട്ടോക്കാരുടെ ഒരു യൂണിയൻ പോലെയാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. പക്ഷേ ആക്ച്വലി നല്ലൊരു സെറ്റപ്പായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ ചേട്ടന് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പറഞ്ഞു തരുന്നില്ല, ക്ലിയർ ആയിട്ട് ഒരു ഗൈഡ് പറയുന്ന പോലെ തന്നെ എല്ലാം പറഞ്ഞ് നമുക്ക് ക്ലിയറാക്കി. എനിക്ക് വളരെ ഒരു പ്രൗഡായിട്ടൊരു ഇത് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചേട്ടന് സംസാരിക്കുന്നതെല്ലാം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അതായത് നല്ല ലാംഗ്വേജ് അടിപൊളിയായിട്ടാണ് ചേട്ടൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. എന്നോട് ഫുള്ള് ചേട്ടൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും ഇംഗ്ലീഷിലാണ്. എൻ്റെ വേഷവും തൊപ്പിയും കോലവും ഒക്കെ കണ്ടിട്ടായിരിക്കും. എന്താണെങ്കിലും ചേട്ടൻ അടിപൊളിയാണ്. ഇതിൻ്റെ കൂടുതലുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന ഇതിൽ നമുക്ക് കാണാം. ചേട്ടന് ഏതായാലും ഈ ഡേ ഫുള്ള് ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ടിക്കറ്റ് എടുക്കണം. ഈ 40 രൂപയാണ് ടിക്കറ്റിന്. അത് വിദേശികളാണെങ്കിൽ അവർക്ക് 600 രൂപയാണ് കേട്ടോ. നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് 40 രൂപ മതി. അപ്പം ഈ ഒരു ടിക്കറ്റിൽ നമുക്ക് ഈ പ്രധാന 5 സ്ഥലങ്ങളിലും നമുക്ക് കയറാൻ പറ്റും. ഈ ടിക്കറ്റ് നമ്മൾ കളയാതെ സൂക്ഷിക്കണം. ഇതാണ് ഇവിടുത്തെ മെയിൻ ടിക്കറ്റ്. ഈ ടിക്കറ്റിനാണ് നമുക്ക് 5 സ്ഥലങ്ങളും കാണാം 40 രൂപയ്ക്ക്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായ 5 രഥാസ്. ഇതിലെ രഥങ്ങളുടെ ആകൃതിയിലുള്ള ഏകശിലാരൂപത്തിലുള്ള പാറയിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടം. അതാണ് 5 രഥാസ് എന്ന് പറയുന്നത്. ഓരോന്നും വ്യത്യസ്തമായ ഹിന്ദു ദൈവങ്ങളെ സമർപ്പിക്കുന്നതെന്നാണ് ഇതിൻ്റെ ഒരു വിശ്വാസം. അപ്പം വെൽക്കം ടു മഹാബലിപുരം. ചരിത്രം കല്ലുമായി കൂടി ചേരുന്ന ഒരു നാടാണ് ഇത്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ആർക്കിടെക്ചറൽ മാർവൽസ്, ദ പഞ്ചരഥാസ് അഥവാ 5 രഥങ്ങൾ. 7-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജവംശം ഒറ്റപ്പാറക്കല്ലിൽ കൊത്തിയെടുത്തതാണ് ഈ 5 രഥങ്ങൾ. ഇത് ക്ഷേത്രങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല. കാരണം വാസ്തവത്തിൽ ഇവ ഒരിക്കലും പൂർത്തിയാക്കിയിട്ടില്ല. അതുപോലെ ആരാധനയ്ക്കായി ഒരിക്കലും ഉപയോഗിച്ചിട്ടുമില്ല. മാമല്ല എന്ന് അറിയപ്പെടുന്ന നരസിംഹവർമ്മൻ 1-ാമൻ രാജാവിൻ്റെ ഭരണകാലത്ത് കൊത്തിയെടുത്ത ഏകശിലാരൂപത്തിലുള്ള പാറയിൽ കൊത്തിയെടുത്ത ഘടനകളാണ് ഇവ. ഓരോ രഥത്തിനും മഹാഭാരതത്തിലെ പാണ്ഡവരുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ 1-ാമത്തേതാണ് ധർമ്മരാജ രഥം. ഏറ്റവും ഉയരം കൂടിയതും അലങ്കരിച്ചതുമായ ഉള്ള രഥം. മൂത്ത പാണ്ഡവനായ യുധിഷ്ഠിരന് സമർപ്പിച്ചിരിക്കുന്നതാണ് ധർമ്മരാജ രഥം. 5 ഏറ്റവും ഉയരമുള്ളതാണ് ഇത്. അതിമനോഹരമായ കൊത്തുപണികളും ദേവന്മാരുടെയും ദേവതകളുടെയും സങ്കീർണമായ ശില്പങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 2-ാമത്തേതാണ് ഭീമരഥം, ദ വാരിയേഴ്സ് ഹാൾ. നീളവും ചതുരാകൃതിയിലുള്ളതുമായ രഥം ഭീമൻ്റെ ശക്തിയുടെ പ്രതീകമാണ് എന്നാണ് ഈ രഥത്തിന് 3-ാമത്തെ രഥമാണ് അർജുനരഥം, ഗ്രേസ് ഇൻ സിംപ്ലിസിറ്റി. സ്മോളർ ഇൻ സൈസ് ബട്ട് റിച്ച് ഇൻ എലഗൻസ് എന്നാണ് ഈ രഥത്തിനെ വിശേഷിപ്പിക്കുന്നത്. അർജുനരഥം ധർമ്മരാജരഥത്തിന് അടുത്തായി നിലകൊള്ളുന്നു. 4-ാമത്തെ രഥമാണ് നകുല സഹദേവ രഥ, ഇത് ട്വിൻ ഷ്രൈൻ, ഇരട്ട ദേവ. ഈ 2 സഹോദരന്മാരും ഒരൊറ്റ വേദി പങ്കിടുന്നു എന്നാണ് പറയപ്പെടുന്നത്. മറ്റുള്ള രഥത്തിനെ അപേക്ഷിച്ച് ഇതിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ദർശനം തെക്കോട്ടാണ്. അതുപോലെ തന്നെ ഇത് ബുദ്ധ ചൈത്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ രഥത്തിന് സമീപത്തായിട്ടാണ് ആനയുടെ വലിയൊരു ശില്പം ഉള്ളത്. ആത്മീയമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിന് ആക്കം കൂട്ടുന്നതാണ് ഇത്. എൻ്റെ ഫൈനലി ദ ലാസ്റ്റ് ആൻഡ് 5th വൺ ആണ് ദ്രൗപദീസ് രഥ, ദ സ്മോളസ്റ്റ് യെറ്റ് ഡിവൈൻ. അതായത് ദ്രൗപദിക്ക് സമർപ്പിച്ചിരിക്കുന്ന രഥം. ഇത് ഏറ്റവും ചെറുതാണ്. ഒരു കുടിലിൻ്റെ ആകൃതിയാണ് ഇതിനുള്ളത്. അതിനുള്ളിൽ ദുർഗാദേവിയുടെ കൊത്തിയെടുത്ത മനോഹരമായ ഒരു പ്രതിമയുണ്ട്. ഇത് സ്ത്രീശക്തിയും ദിവ്യകാരുണ്യത്തെയും പ്രതീകപ്പെടുത്തുന്നു എന്ന്. പഞ്ചരഥങ്ങൾ ഒരുമിച്ച് പല്ലവരുടെ കലാപരമായ പ്രതിഭയെയും ദർശനത്തെയും പ്രതിഫലിപ്പിക്കുന്നു. എന്താണെങ്കിലും
പൂർത്തിയാകാത്തതാണെങ്കിലും സൗത്ത് ഇന്ത്യയിലെ ക്ഷേത്ര വാസ്തുവിദ്യയുടെ രൂപരേഖ അവർ ഇവിടം സന്ദർശിക്കുന്നത് വെറും ചരിത്രമല്ല കേട്ടോ, എന്താ പറയുക, നൂറ്റാണ്ടുകളുടെ ഭാവനയിലൂടെ കല്ലിൽ കൊത്തിയെടുത്ത ഒരു യാത്രയാണ് എന്നൊക്കെ പറയാം. സോ ഇഫ് യു ആർ ഇൻ മഹാബലിപുരം, ഡോണ്ട് മിസ് ദിസ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഇറ്റ്സ് എ ജേർണി ഇൻ ടു ദ പാസ്റ്റ് വെയർ എവരി സ്കൾപ്ചർ ടെൽസ് എ സ്റ്റോറി. അതാണ്, ഓരോ ശിലയും ഓരോ കഥ പറയും. അതാണ് മഹാബലിപുരത്തിൻ്റെ പഞ്ചരഥാസ്. എന്താണെങ്കിലും ഒരു അപാര എന്താ പറയുന്നത്, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഭാവന, ഒരു കലാസൃഷ്ടിയൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അല്ലേ. എന്താണെങ്കിലും ഇത്രയും ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു 5 രഥങ്ങൾ ഒറ്റ പാറക്കല്ലിൽ കൊത്തിയെടുത്തതാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ തന്നെ എന്താ അല്ലേ. ഒന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കി. ഫുള്ള് ഇത് ഒറ്റ പാറക്കല്ലിലാണ് ഇവരിതെല്ലാം ഈ 5 ഇതും കൊത്തിയെടുത്തിരിക്കുന്നത് പറയുമ്പോഴത്തേന് നമുക്കിതിലിങ്ങനെ ഓരോ അടിയിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു പാറയുടെ കണക്ഷൻ പോയിരിക്കുന്ന ഒറ്റക്കല്ലിൻ്റെ കണക്ഷൻ ഇങ്ങനെ പോയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്താ പറയുന്ന ഇതൊക്കെ ഒരു വലിയൊരു നൂറ്റാണ്ടുകളുടെ ഒരു കലാസൃഷ്ടി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒന്നും പറയാനില്ല ഇതിലൊന്നും. ഈ 7-8 നൂറ്റാണ്ടുകളിലൊക്കെ ഇവിടം ഈ പല്ലവ രാജവംശത്തിൻ്റെ ഭയങ്കര തിരക്കേറിയ തുറമുഖ നഗരമായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ ടൈമിലാണ് പല്ലവ രാജവംശത്തിൻ്റെ രാജാവ് ഇവ നിർമ്മിച്ചതെന്നാണ്. പണി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിലും വളരെ ഒരു ഭംഗിയുള്ളൊരു കലാസൃഷ്ടിയാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി ഇവിടുന്ന് ഇറങ്ങുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മളിവിടുത്തെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കടകളൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളങ്ങൾ, കൂൾ ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്നത് ഒരുപാട് കടകളുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ കൊടുക്കുന്നതും വിൽക്കുന്നതും ഒക്കെ ആയിട്ട് മാലകൾ, വളകൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നതും. അങ്ങനെ നമ്മൾ തേടി ഒരു കരിക്ക് വിൽക്കുന്നൊരു ചേട്ടനെ കണ്ടു. 50 രൂപയാണ് ഒരു കരിക്കിന്. വെള്ളം വേണോ അതോ എങ്ങനെ കഴിക്കാനാണോ എന്ന് പുള്ളി ചോദിച്ചു. അവൻ രണ്ടും വേണമെന്ന് അങ്ങനെ പുള്ളി നോക്കിയെടുക്കുകയാണ്. വെള്ളവും കഴിക്കാനുള്ള ഒരു കരിക്കാണ്. അപ്പോൾ നമ്മൾ കരിക്ക് കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിനി ഓട്ടോ ചേട്ടൻ വന്ന് നമ്മളെ അടുത്ത സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മോർ സ്റ്റോറീസ് ഫ്രം ദ റോഡ് കമ്മിങ്.